അല്ല സാറേ, ഞാൻ സാറിനോട് ചോദിക്കണം വെച്ചിട്ടായിരുന്നു, ഈ ഔസേപിതാവിൻ്റെ രൂപത്തിൻ്റെ താഴെ എന്തിനാ എപ്പോഴും ഇങ്ങനെ പേപ്പർ വയ്ക്കുന്നത്? ഇതോ എടോ, ഇതാണ് ഉറങ്ങുന്ന ഔസേപിതാവ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു 2015 മുമ്പൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. 2015 ശേഷമാണ് ഇത് ലോകം മുഴുവന് ഈ ഒരു രൂപത്തെക്കുറിച്ചുള്ള ഒരു പ്രചാരത്തിൽ വരുന്നത്, ഈ രൂപത്തെ വണക്കത്തിൻ്റെ പ്രചാരത്തിൽ വരുന്നത്. ഇത് ആദ്യകാലങ്ങളിൽ സൗത്ത് അമേരിക്കയിലും അതോടൊപ്പം തന്നെ ഫിലിപ്പീനോ അവിടുത്തെ ക്രൈസ്തവരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലിരുന്നതും ഭക്തിയിലിരുന്ന ഒരു രൂപമാണ് ഈ ഉറങ്ങുന്ന ഔസേപിതാവ്. നമുക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. 2015 ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് തൻ്റെ മുറിയിൽ ഇങ്ങനൊരു ഔസേപിതാവ് ഉണ്ട്, ഉറങ്ങുന്ന ഔസേപിതാവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന് അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ഇത് പിന്നീട് ലോകം മുഴുവൻ എത്തിയതും എല്ലാവരും ഇങ്ങനൊരു ഔസേപിതാവിനെ വണങ്ങാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രമാത്രം ഈ രൂപത്തെ പറ്റി എന്താ പറഞ്ഞേ? അത് 2014 അദ്ദേഹം ഒരു കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ തൻ്റെ മുറിയിൽ ഇങ്ങനെ ഒരു ഉറങ്ങുന്ന ഔസേപിതാവ് ഉണ്ടെന്നും ഈ സഭയെക്കുറിച്ചുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ മുറിയിൽ എൻ്റെ ടേബിളിലുള്ള ഔസേപിതാവിൻ്റെ ഇതുപോലെ ഒരു ഉറങ്ങുന്ന ഔസേപിതാവിൻ്റെ രൂപത്തിന് താഴെ അദ്ദേഹം അത് കുറിപ്പായിട്ട് ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ ഉറങ്ങുന്ന ഔസേപിതാവിന് താഴെ വയ്ക്കും. അങ്ങനെ താഴെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഔസേപിതാവ് ഉറക്കത്തിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്.